أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നാം ഇന്ന് നിലകൊള്ളുന്നത് പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12 അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ദിവസത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധാരാളമായി പുകഴ്ത്തുകയും പാടുകയും പറഞ്ഞും നാം ഇന്നത്തെ ദിവസം ധന്യമാക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടങ്ങാനാവാത്ത മഹബ്ബത്തിന്റെ കാരണമാണ്. നമുക്കറിയാം, റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ദിവസമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്മം കൊണ്ടത്. അതേ റബീഉൽ അവ്വൽ 12 ദിവസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നബുവത്ത് ലഭിച്ചതും അതുപോലെ തന്നെ ഹിജ്റ നടത്തിയതും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തുമെന്ന് നാം കിതാബുകളിൽ പഠിച്ചതാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം അത് തീർച്ചയായും ഒരു അസാധാരണമായ കാര്യമായിരുന്നു. ലോകത്താർക്കും വിശ്വസിക്കാനാവാത്ത തികച്ചും അസാധാരണമായ ഒരു ജനനമായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനന സമയത്ത് ധാരാളം അത്ഭുതങ്ങൾ ഈ ദുനിയാവിൽ നമുക്ക് പ്രകടമാവുകയും അത് നേരിട്ട് അനുഭവിക്കുകയും ചെയ്ത ധാരാളം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനന സമയത്ത് നാം പഠിച്ചതുപോലെ തന്നെ ബിംബങ്ങൾ മുഖം കുത്തി വീണ ഒരു സംഭവം നാം കേട്ടിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനനം കൊണ്ട ആ രാത്രിയിലായിരുന്നു ആ സംഭവം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനനം കൊണ്ട ദിവസത്തിൽ ധാരാളം സംഘങ്ങൾ കൂടി അവർ ഒരു ബിംബത്തിന്റെ കീഴിൽ ആ ബിംബത്തിനെ ആരാധിക്കുകയും അതുപോലെ തന്നെ ആ ബിംബത്തിന് വേണ്ടി അവർ ബലിയർപ്പിക്കുകയും ആ ബലിയറുത്ത മാംസം അവർ തന്നെ ഭക്ഷിച്ചുകൊണ്ട് ധാരാളമായി മദ്യപിച്ചുകൊണ്ട് അവർ അടങ്ങാനാകാത്ത വലിയ ഉത്സവത്തിൽ ഏർപ്പെട്ടിരുന്ന ദിവസമായിരുന്നു റബീഉൽ അവ്വൽ 12. ആ ദിവസത്തിലാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്മം കൊള്ളുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നിറങ്ങിയപ്പോൾ ആ ബിംബങ്ങൾ ആകെ മുഖം കുത്തി വീണു എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ കാണാനായി സാധിക്കുന്നു. ഉസ്മാൻ ഇബ്നു ഹുവൈസ് എന്നവർ അവിടുത്തെ ബിംബത്തിനെ കുറിച്ച് അവിടെ നിന്ന് അവർ പറയുന്നതായി കാണാം. എന്തുപറ്റി ഈ ബിംബത്തിന്? ഈ ബിംബം എത്രയവർ വീണ്ടും വീണ്ടും അവർ എഴുന്നേറ്റ് നിർത്തിയിട്ടും ആ ബിംബം വീണ്ടും മുഖം കുത്തി വീഴുകയാണ്. ഇതിന് കാരണം ഒരു പ്രകൃതി ദുരന്തമോ ഒരു ഭൂമി കുലുക്കമോ മറ്റുള്ളതായ ഒരു പ്രകൃതി ദുരന്തമോ അല്ല. ഇതിന് എന്തോ പുതുതായി ഉണ്ടായ ഒരു കാരണമാണെന്ന് ഉസ്മാൻ ഇബ്നു ഹുവൈസ് എന്നവർ പറയുകയാണ്. അപ്പോൾ തന്നെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് സംഭവിച്ച വലിയ ഒരു അത്ഭുതമാണത്. അതുപോലെ തന്നെ നാം പഠിച്ച കാര്യമാണ് പേർഷ്യക്കാർ അവർ ആരാധിച്ചുകൊണ്ടിരുന്ന തീ പൊലിഞ്ഞു പോയ സംഭവം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനനം കൊണ്ട ദിവസത്തിൽ ആ തീയിനെ അവർ ആരാധിക്കുകയും അങ്ങനെ 1000 വർഷങ്ങളായി ആ തീയിനെ ആരാധിച്ചു കൊണ്ടുവന്ന ആ തീ ആ പൊലിഞ്ഞു പോവുകയും ചെയ്തത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനനം കൊണ്ട രാത്രിയിലാണ്. ഇങ്ങനെ ധാരാളം അത്ഭുതങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനന സമയത്തുണ്ടായി എന്ന് നമുക്ക് കിതാബുകളിൽ കാണാനായി സാധിക്കും. അതുപോലെ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദുനിയാവിലേക്ക് ഇറക്കുന്ന സന്ദർഭത്തിൽ മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, സ്വർഗ്ഗത്തിലെ എല്ലാ വാതിലുകളും നിങ്ങൾ തുറന്നിടുക, അതുപോലെ തന്നെ പിശാചിനെ നിങ്ങൾ വലിച്ചു കെട്ടുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്മം കൊള്ളുന്ന രാത്രിയാണ്. അതുകൊണ്ട് തന്നെ ആ ഉമ്മത്തിന്
ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വരവേൽക്കുന്ന ഉമ്മത്തിന് ധാരാളം അനുഗ്രഹങ്ങൾ നിങ്ങൾ ചൊരിയുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുന്നതായി നമുക്ക് കിതാബുകളിൽ കാണാനായി സാധിക്കും. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിൽ ധാരാളം അത്ഭുതങ്ങൾ നമുക്ക് കാണാനായി സാധിക്കും. അതുപോലെ തന്നെ ഉസ്മാൻ ഇബ്നു അബിൻ ആസ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറയുന്നതായി കാണാം. ആമിന ബീവി റളിയല്ലാഹു അൻഹ അവിടെ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കാനായി അടുത്ത സമയത്ത് ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ എന്റെ ഉമ്മയാകുന്ന ഫാത്തിമ എന്നവർ ഉണ്ടായിരുന്നു. എന്റെ ഉമ്മ എന്നോട് പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ആമിന ബീവി റളിയല്ലാഹു അൻഹ അവിടെ നിന്ന് പ്രസവിക്കാൻ നേരത്ത് ആ വീട്ടിലുള്ള സർവമാന വസ്തുക്കൾക്കും ധാരാളം പ്രകാശങ്ങളായിരുന്നു. പ്രകാശപൂരിതമായിട്ട് എന്റെ ഉമ്മാക്ക് ഒന്നും കാണാൻ സാധിച്ചില്ല എന്ന് മഹാനവകൾ പറയുന്നതായി കാണാം. അങ്ങനെ ധാരാളം പ്രകാശപൂരിതമാവുകയും പേടിച്ചുകൊണ്ട് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നക്ഷത്രങ്ങളെല്ലാം തലയ്ക്ക് മീതെ വന്നു നിൽക്കുകയും അങ്ങനെ ആ നക്ഷത്രങ്ങളെല്ലാം എന്റെ ദേഹത്തേക്ക് പതിച്ചു പോകുമോ എന്ന് ഭയപ്പെടുകയും ചെയ്തു എന്ന് നമുക്ക് കിതാബുകളിൽ കാണാനായി സാധിക്കും. അത്രയേറെ വളരെ മഹത്വമേറിയ ദിവസമാണ് പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹമായി നൽകിയ വലിയ ദിവസമാണ്. ഉസ്താദ് അവர்கள் രാവിലെ സൂചിപ്പിച്ചതുപോലെ ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയുള്ള രാവാണ് പരിശുദ്ധമായ റബീഉൽ അവ്വൽ. കാരണം ലൈലത്തുൽ ഖദറിന്റെ ശ്രേഷ്ഠത അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നത് കാണാം. ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസത്തേക്കാൾ ഉത്തമമായ ഒരു ദിവസം അത് നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ദിവസം ആ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന രാവ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ദുനിയാവിലേക്ക് അയച്ചത് പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12-നാണ്. അതുകൊണ്ട് തന്നെ റബീഉൽ അവ്വൽ 12-ന് ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്ന് പറഞ്ഞ മഹാരഥന്മാർ വരെയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറഞ്ഞതും കേട്ടതുമെല്ലാം അവന്റെ സ്വാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൻ നഈമിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊത്ത് അവിടത്തെ കൈപിടിച്ചുകൊണ്ട് നാളെ നമുക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ഉണർത്തിക്കൊണ്ട് നിർത്തുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.